അപ്പോൾ ഹസി ഒരുപാട് ഇതൊക്കെ ചെയ്തല്ലോ. അപ്പോൾ പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. പിന്നെ എന്താ പെട്ടെന്നൊരു ഇമേജ് കോൺഷ്യസ് ആവാൻ കാരണം? എനിക്ക് കുറച്ചും കൂടി ഇപ്പോൾ ഞാൻ കേട്ടു ഹസി പറഞ്ഞു കുറച്ചും കൂടി നല്ല സിനിമയിൽ നല്ല റോളുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത് ആദ്യത്തെ ഫോട്ടോഷൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആളുകൾ. അപ്പോൾ എന്താണ് കുറച്ചും കൂടി ഇമേജ് നന്നാക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടായോ? അത് ഫാമിലിക്ക് വേണ്ടിയിട്ടാണോ? അല്ല, ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണോ? അല്ല, ആക്ച്വലി എനിക്ക് ഈ പറയുന്ന ഈ ഒരു ഫോട്ടോഷൂട്ടിന് മുന്നേ ആണേലും ആഫ്റ്റർ ആണേലും ബിഫോർ ആണേലും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അത് ഈ ഒരു രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് പോയതുകൊണ്ട് എനിക്ക് ഈ ഒരു ക്യാരക്ടർ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പലരും ചിന്തിക്കുന്നു, അല്ലെങ്കിൽ പലരും ആ ഒരു രീതിയിൽ എന്നെ വിളിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതൊന്ന് മാറ്റണം എന്നുള്ള ഒറ്റ ഒരു ഇതിലാണ് ഞാൻ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ഇപ്പോൾ എടുത്ത് ചെയ്യാത്തത് തന്നെ. ഇപ്പം വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയിൽ വരെ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ വന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല. കാരണം എന്നെ ആൾക്കാർ ഇനി ആ ഒരു രീതിയിൽ കണ്ടിട്ട് ഇനി ആ ഒരു രീതിയിൽ തന്നെ കാറ്റഗറൈസ് ചെയ്ത് വിടണ്ട. എനിക്ക് അതിന് മേളിലും എൻ്റെ ഒരു കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലും എനിക്ക് ഭാവിയുണ്ട്, അതിൻ്റെ മുകളിലും എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ നായികയോ അല്ലെങ്കിൽ അങ്ങനെ സെക്കൻഡ് ഇയർ അങ്ങനെയൊന്നും അല്ല, നമുക്കൊരു വില്ലത്തി ക്യാരക്ടർ അല്ല ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ക്യാരക്ടറിനോട് അടുത്ത് നിൽക്കുന്ന ഒരു രീതിയല്ലേ. അങ്ങനെ തന്നെയാണ്. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ എന്തുവാടി എന്ന് വെച്ചാൽ നീ പോടാന്ന് പറയാൻ ആംപിയർ ഉണ്ടെന്ന് ഞാൻ കേട്ടു. അങ്ങനെ ഉണ്ടോ? അങ്ങനെയാണ് എന്നെ എൻ്റെ വാപ്പ വളർത്തിയത്. ഞങ്ങളുടെ കുടുംബത്തില് ഏറ്റവും കൂടുതൽ എന്താ പറയാ, എനിക്ക് എൻ്റെ ഒരു സിസ്റ്ററാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൺകൊച്ചിനെ എങ്ങനെയാണോ വളർത്തുന്നത് ആ ഒരു രീതിക്ക് എൻ്റെ വാപ്പ എടാന്നാണ് വിളിക്കുന്നത്. ഒരു ആൺകൊച്ചിനെ വളർത്തുന്ന രീതിയിലാണ് എന്നെ വിളിക്കുന്നത്. എന്നോട് പറയും, നിന്നെ ആരെങ്കിലും അടിച്ചോ അല്ലെ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ, നീ അവനെ തിരിച്ച് പറഞ്ഞിട്ട് നീ വീട്ടിൽ വരണം. ചെറിയൊരു ഇൻസിഡൻറ്റിലൂടെ പറയാം. ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്, എനിക്ക് തോന്നുന്നു 4ലോ 5ലോ എങ്ങാണ്ട്, 3ലോ 4ലോ എങ്ങാണ്ടാണ്. അപ്പോൾ ആ സമയത്ത് എന്നെ ഞങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടി എന്നെ മറ്റേ പ്ലാസ്റ്റിക് സ്ലേറ്റ് ഇല്ലേ, ഈ മുത്തൊക്കെ ഉള്ള അത് വെച്ച് എന്നെ അടിച്ച് എൻ്റെ തല ഇങ്ങനെ മുഴച്ച്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വാപ്പ എന്നെ കാണുമ്പോൾ നോക്കുമ്പോൾ എൻ്റെ തല ഇങ്ങനെ മുഴച്ചിരിക്കുന്നു. ഞാനിങ്ങനെ ഭയങ്കര കരഞ്ഞോണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ വാപ്പ എന്നോട് ചോദിച്ചു, ഇതെന്തോ പറ്റിയതാ? ഞാൻ പറഞ്ഞു, ഇതുപോലെ ഇന്നാളെ അടിച്ചതാണ്. എന്നിട്ട് നീ അതും കൊണ്ടുകൊണ്ടിങ്ങി പോന്നോ, തിരിച്ചു കൊടുക്കണ്ടേന്ന്. പിറ്റേ ദിവസം വാപ്പയെ സ്കൂളിൽ നിന്ന് വിളിക്കുന്നു, അടിച്ചു. എൻ്റെ കയ്യിൽ തടിയുടെ സ്ലേറ്റായിരുന്നു. കൊച്ച തല പൊട്ടി തലയ്ക്ക് തന്നെ അടിച്ചു. പെൺകുട്ടി ആൺകുട്ടിയോ അത് അടി കൊണ്ടത്? പെങ്കൊച്ച്. അപ്പോൾ വാപ്പയെ വിളിച്ചപ്പം പ്രിൻസിപ്പാൾ പറയുന്ന ഇതാണ്, പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടാ കൊച്ചു ചെയ്തതെന്നാണല്ലോ പറയുന്നത്. അതിന് പാപ്പനോട് പറഞ്ഞു, അങ്ങനെയല്ല പറഞ്ഞത്. എനിക്കിപ്പോ എല്ലാ സിനിമയും ഓർമ്മ വരുന്നത്. നമ്മുടെ പ്രേമം സിനിമ ഉണ്ടല്ലോ, രഞ്ജി പണിക്കർ സാർ പ്രിൻസിപ്പളിന്റെ റൂമിൽ പോയിട്ട് പറയത്തില്ലേ, വെളി ഇറങ്ങുമ്പോൾ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അതെനിക്ക് ഉപ്പ സപ്പോർട്ടായിരുന്നു അതിന്റെ അങ്ങനെ സപ്പോർട്ടൊന്നുമില്ല. നമ്മളെ ഒരു ബോൾഡായിട്ടാണ് വളർത്തിയതൊക്കെ. ആ ബോൾഡ്നെസ് ഇപ്പോഴും കൊണ്ടാണ് ഇപ്പൊ ഈ എറണാകുളം സിറ്റിയിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റുന്നത്. ഒറ്റയ്ക്കല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. പിന്നെ തീർച്ചയായിട്ടും പിന്നെ എവിടെ ചെന്നാലും ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് ക്യാരക്ടർ വെച്ചിട്ട് എന്നോട് എന്താ ചോദിച്ചാൽ തിരിച്ച് എന്താ. ഇപ്പം എന്നെ ഒരാൾ, നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ നോക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാവില്ല. ഞാൻ ചോദിക്കും, എന്താണോ നോക്കുന്നേ ചോദിക്കും. നോക്കിക്കൂടാന്നല്ല, നമ്മളെ ഒരു വൃത്തിയായിട്ട് നമുക്കറിയാമല്ലോ. നമ്മളെ ഒരാൾ ഏത് രീതിയിൽ, ഇപ്പോൾ എന്നെ ഇപ്പോൾ അനീഷ് ഇപ്പോൾ നോക്കുന്നു, അനീഷിന്റെ നോട്ടം ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണി മാത്രം അതറിയാൻ പറ്റും അല്ലേ, അതറിയാൻ പറ്റും. നമ്മൾ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് രമ്യക്ക് എന്ത് തോന്നുന്നു, നമ്മളെ ഒരാൾ വഷളം നോട്ടമാണ് നോക്കുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാവത്തില്ലേ. അത് പല പെൺകുട്ടികളും ചെയ്യുന്ന ഒരു കാര്യം, അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവോയ്ഡ് ചെയ്യുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നത് പ്രതികരിക്കുക എന്നുള്ള സംഭവമാണ്. കൂടുതലും നമ്മൾ പ്രതികരണശേഷി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു നോട്ടം മതി എതിർഭാഗത്ത് നിൽക്കുന്ന ഒരാളെ നമുക്ക് ഇതാകാൻ വേണ്ടി. അല്ല, അയാൾ നോക്കുന്നത് ഇടയ്ക്ക് ചോദിക്കാറ്, നിങ്ങൾ ഇട്ടുകൊണ്ട് വന്ന കോസ്റ്റ്യൂം അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ ചിലപ്പോൾ കുറച്ച് സെക്സി ഫീൽ കാണുന്നുണ്ടായിരിക്കും ചിലപ്പോൾ നോക്കുന്നത്. അപ്പോൾ അതിന് തെറ്റ് പറയാൻ പറ്റുമോ? തെറ്റ് പറയാൻ ഇപ്പം ഞാൻ നോർമലായിട്ടുള്ള ഞാൻ മോഡലിംഗ് ഷൂട്ടിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫ്ലോറിലൊക്കെ വരുന്നതോ റാം ഷോയിൽ വരുന്നതോ ടൈപ്പിലല്ല ഞാൻ ഈ പറയുന്ന സാധാരണ രീതിയിലുള്ള കോസ്റ്റ്യൂമൊന്നും അതായിരിക്കത്തില്ല. നമ്മൾ സാധാരണക്കാരിയായിട്ട് പോരും. ആ സമയത്ത് നമ്മൾ ഒരാൾ നോക്കുന്ന രീതി ശരിയല്ല. ആ നോക്കുന്ന രീതി ശരിയല്ലെങ്കിൽ ഞാൻ അയാൾ എന്നെ എത്ര മടങ്ങാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തിരിച്ച് 2 മടങ്ങ് കൂടെ ചേർത്ത് ഞാൻ അയാളെ രൂക്ഷമായിട്ട് നോക്കും.
അവൻ നല്ല രീതിയിൽ അവനൊരു ഇതുള്ളവനാണെങ്കിൽ അവൻ നോട്ടം മാറ്റും. അപ്പൊ സ്ലൈറ്റ് ഉണ്ട് അടിച്ചാനല്ലേ? അപ്പൊ തടിയുടെ സ്ലൈറ്റ് ഉണ്ട് അടിച്ചാൻ. അതല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എന്താ പറയാ സംസാരിക്കുന്നുണ്ട്, അങ്ങനെ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? നമുക്ക് ചെയ്യുമ്പോഴേ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇത് വേണ്ടേ? ഇയാൾക്ക് തോന്നിയിട്ടില്ലേ? മനസ്സിലായില്ല. അങ്ങനെയല്ല, ചെറുതായിട്ട് അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ആൻസർ അല്ല കിട്ടുന്നത്. അതാ ഞാൻ പറഞ്ഞത്. എൻ്റെയോ? ആ രമ്യ ഫീൽ ചെയ്യുന്നില്ലേ? ചെറുതായിട്ട് എനിക്ക് തോന്നി. അല്ല, നമുക്ക് നോക്കാം, സംസാരിച്ച് നോക്കാം ഒന്ന്. അല്ല, മാറ്റിയിട്ട് ഇന്റർവ്യൂ എടുക്കാം, ഇനി അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അത് മാറ്റിയിട്ട്. അല്ല, എന്താ ഉദ്ദേശിച്ചേ? രമ്യ പറ. അല്ല, ആള് പറയുന്നത് ആള് ചോദിക്കുന്നതിനൊന്നും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുന്നില്ല, പൊതുവേ ഒരു ഇതില്ല. ആ, അപ്പോൾ എനിക്കത് പൊതുവേ നമ്മൾ വിചാരിച്ച ആ ഒരു ആൻസർ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അല്ല, നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് തന്നെയല്ലേ ഞാൻ ഉത്തരം പറഞ്ഞേ? അത് രമ്യ എന്നോട് പറഞ്ഞായിരുന്നു. എനിക്കോ? ഞാൻ ജാടയിൽ സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? ഞാനല്ല, രമ്യയാണോ ഞാനല്ലടാ പറഞ്ഞേ. പുള്ളിക്കാരി തോന്നിയോ? എനിക്ക് അങ്ങനെ ഒരു ജസ്റ്റ് ഫീൽ ചെയ്തു. ഞാൻ വന്നപ്പോൾ വിചാരിച്ചില്ല, പക്ഷെ ഇരുന്ന് അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നു. എന്താണ്? അല്ല, എനിക്ക് ഒരു ചോദിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കുന്നില്ല, ഇവിടേക്കും നോക്കുന്നു, അങ്ങനെ തോന്നിയായിരുന്നു. തോന്നിയല്ലേ? അവിടെ തോന്നി. എനിക്ക് ജാടയായിട്ടോ? പക്ഷേ ഇപ്പം ജാടയെന്ന് പറഞ്ഞത് പുള്ളിക്കാരി, ഞങ്ങളല്ല, പുള്ളിക്കാരിയാണ് പറഞ്ഞത്. ഒരിക്കലും ഇല്ല. ഞാൻ ജാടയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ ഈ രീതിയിലല്ല സംസാരിക്കുക. ഞാൻ കുറച്ച് കാലിൻ്റെ ഓർത്ത് കാലൊക്കെ ഇട്ട് ഞാനിങ്ങനെ ഹായ് ആയിട്ട് പറയൂ, ആ ഒരു രീതിക്കല്ലേ സംസാരിക്കുക. ഞാൻ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ, അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്നത് തമ്മിൽ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രീതിക്കാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ ഉത്തരം തന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ ചോദ്യങ്ങൾക്ക് എൻ്റെ പറയുന്ന ഉത്തരങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്. ഇവിടെ അല്ല, ഇവിടെ അല്ലോ, ഇത് പറഞ്ഞിട്ട് ഞാൻ എന്ത് ജാട കാണിച്ചു എന്നാ പറയുന്നത്? അല്ല, ഇവിടെ പിന്നെ അനീഷ് വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു, ആള് ഭയങ്കര ഓപ്പൺ അപ്പാണ്. അല്ല, അനീഷ് എന്നെ വിളിച്ചപ്പോ അനീഷ് എന്നോട് പറഞ്ഞു ഇതുപോലെ കോൺട്രവേഴ്സി ഉള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, ഒരു ഫീമെയിൽ ആങ്കർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൊതുവായിട്ടുള്ള എന്റെ ഇന്റർവ്യൂസിലൊക്കെ അങ്ങനെ വരുന്നതാണ്. എനിക്ക് ഫീൽ ചെയ്തു. അല്ല, അത് ഇനിയിപ്പോ ഗസ്റ്റിന് അതൊരു ഇതാവോന്നും കൂടി ഞാൻ വിചാരിക്കുന്നു. അതല്ല, എന്താവുമെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് നമ്മള് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അത് കണ്ണിലേക്ക് നോക്കിയിട്ടൊന്നും പറയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പൊ അതൊരു ഞാൻ ഇപ്പൊ ചോദ്യം ചോദിക്കുന്ന രമ്യയാണ്, ഇപ്പോ അനീഷും രമ്യയും കൂടാണ് ചോദ്യം ചോദിക്കുന്നത്. പിന്നെ നമ്മള് നമ്മള് ഒരു ക്യാമറ നമ്മുടെ ഫേസിലേക്ക് വെച്ചേക്കുന്നത് നമ്മൾ ക്യാമറയിൽ നോക്കി സംസാരിക്കാനും നിങ്ങൾക്ക് ഉത്തരം തരുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്.